പ്രിയ സഹോദരങ്ങളെ, ഇന്ന് സാധാരണ കാലത്തിന്റെ 25-ാം ആഴ്ചയിലെ വ്യാഴാഴ്ചയിലേക്ക് കടക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവവചനത്തിന്റെ വെളിച്ചം നമ്മെ പ്രത്യാശയുടെയും ആത്മീയ ഉണർവിന്റെയും വഴികളിലേക്ക് നയിക്കുന്നു. ജീവിതത്തെ പുനർനിർമ്മിച്ച് ദൈവത്തെ നമ്മുടെ കേന്ദ്രത്തിൽ വെക്കാൻ പ്രേരിപ്പിക്കുന്നു. ആത്മാവിന്റെ ഭവനം എങ്ങനെയാണ് നാം ഒരുക്കുന്നത്? നമ്മുടെ മുൻഗണനകൾ എന്തെല്ലാം? എന്നിങ്ങനെ ഗൗരവമുള്ള ചോദ്യങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നതാണ് ഇന്നത്തെ വചനങ്ങൾ. ഹഗ്ഗായി പ്രവാചകൻ ദൈവത്തിന്റെ ജനത്തെ അവരുടെ അനാസ്ഥയിൽ നിന്ന് ഉണർത്തുകയും തകർന്ന ഭവനങ്ങൾ പുനർനിർമ്മിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. സുവിശേഷത്തിൽ ഹെറോദേസിന്റെ പ്രിയ സഹോദരങ്ങളെ, ഹഗ്ഗായി പ്രവാചകന്റെ ഈ വചനം ഇസ്രായേൽ ജനതയോട് അഭിസംബോധന ചെയ്യുന്നുണ്ടല്ലോ. ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്നവർ ജെറുസലേമിലെ ദേവാലയം പുനർനിർമ്മിക്കാനുള്ള ദൗത്യത്തിൽ നിന്നും പുറത്തെന്ന് തങ്ങളുടെ സ്വന്തം വീടുകൾ മനോഹരമാക്കുന്നതിൽ മുഴുകിപ്പോയിരുന്നു. അവർ സമയമായിട്ടില്ല എന്നു പറഞ്ഞ് ന്യായീകരിച്ചപ്പോൾ ദൈവം അതിനെ ചോദ്യം ചെയ്തു. ഭവനം തകർന്നു കിടക്കുന്നപ്പോൾ പോലും അവർ തങ്ങളുടെ വീട് ഭംഗിയാക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇവിടെ ഭവനം വെറുമൊരു കെട്ടിടമല്ല. അത് ദൈവത്തിന്റെ സാന്നിധ്യത്തെയും ആരാധനയെയും ദൈവവുമായുള്ള ബന്ധത്തെയും പ്രതിനിധീകരിക്കുന്നു. ഭവനം തകർന്നു കിടക്കുമ്പോൾ അനുഗ്രഹങ്ങൾ കുറയുന്നതായി ദൈവം ഓർമ്മിപ്പിക്കുന്നു. വിതച്ചു, എന്നാൽ കുറച്ചു കൊയ്തു. നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നുവെങ്കിലും ഒന്നിനും പൂർണ്ണത എത്താത്തത് നമ്മുടെ മുൻഗണനകളുടെ തെറ്റായിരിക്കലിനാലാവാം. ഹഗ്ഗായി പ്രവാചകൻ പറയുന്നത് നിങ്ങളുടെ വഴികളെക്കുറിച്ച് ചിന്തിക്കുവിൻ എന്നതാണ്. നാം ഭൗതിക നേട്ടങ്ങൾക്കായി പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ഭവനവും ദൈവത്തോടുള്ള ബന്ധവും പ്രാർത്ഥന, ധ്യാനം, വിശുദ്ധ കുർബാന എന്നിവ മറന്നുപോകുന്നുണ്ടോ എന്ന് നോക്കുക. ദൈവഭവനം പണിയുക എന്നത് ജീവിതത്തിൽ ദൈവത്തെ ഒന്നാം സ്ഥാനത്ത് നിർത്തുകയും നമ്മുടെ സമയം, സമ്പത്ത്, കഴിവുകൾ ദൈവമഹത്വത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി ഒഴുകിവരും. മലമുകളിലേക്ക് പോയി മരം കൊണ്ടുവന്ന് ഭവനം പണിയുവിൻ, അപ്പോൾ ഞാൻ പ്രസാദിക്കുകയും എന്റെ മഹത്വം. പ്രിയ സഹോദരങ്ങളെ, ഹെറോദേസ് യേശുവിനെ നേരിൽ കാണാൻ ശ്രമിച്ചെങ്കിലും അവന്റെ മനസ്സും ഹൃദയവും സത്യത്തിൽ തുറന്നിരുന്നില്ല. പലരും ഇന്നും അതേ രീതിയിൽ യേശുവിനെ അന്വേഷിക്കുന്നുവെങ്കിലും ശരിയായ സമീപനം കണ്ടെത്താനാവുന്നില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നൊരു കഥ പറയാം. ഒരു സമ്പന്ന കൊട്ടാരത്തിൽ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച രാജകുമാരന് ഒരു ഗൗരവമായ രോഗം പിടിച്ചു. കൊട്ടാരത്തിലെ വൈദ്യന്മാരെല്ലാം പരാജയപ്പെട്ടു. എന്നാൽ ഒരു പഴയ സേവകൻ പറഞ്ഞു, കൊട്ടാരത്തിനു പുറത്തുള്ള ഒരു സാധാരണ കുടിലിൽ മഹാനായ വൈദ്യൻ താമസിക്കുന്നുവെന്നും അദ്ദേഹത്തിന് രോഗം മാറ്റാൻ കഴിയുമെന്നും. ആദ്യം രാജകുമാരൻ വിശ്വസിച്ചില്ല. പക്ഷേ വേദന അതിനെക്കുറിച്ച് നിർബന്ധിച്ചു. ഒടുവിൽ അദ്ദേഹം അതിലെത്തി. അങ്ങനെ അദ്ദേഹം സുഖം കണ്ടെത്തി. നമ്മളും പലപ്പോഴും അതേപോലെയാണ്. ഭൗതിക നേട്ടങ്ങൾക്കു പിന്നിൽ പടർന്നു പോകുകയും കഷ്ടപ്പാടുകൾ വന്നപ്പോൾ പല വഴികളിലേക്ക് വഴിതിരിയുകയും ചെയ്യുന്നു. എന്നാൽ യേശുക്രിസ്തു തന്നെയാണ് വഴി, സത്യം, ജീവൻ. അവനിലൂടെയാണ് പിതാവിന്റെ അടുക്കലിലേക്ക് വരുന്നത്. നമ്മുടെ ഹൃദയത്തിലെ പാപബോധവും അഹങ്കാരവും നമ്മെ അന്ധനാക്കുമ്പോൾ യേശുവിനെ കണ്ടെത്താൻ കഴിയുകയില്ല. ജോലിസ്ഥലത്തിലെ സമ്മർദ്ദങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, വ്യക്തിപരമായ വെല്ലുവിളികൾ എല്ലാം യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ തയ്യാറാകുമ്പോൾ മാത്രമേ സത്യമായ സമാധാനവും സന്തോഷവും നമ്മെ അനുഭവിപ്പിക്കൂ. ഈ പ്രക്രിയയിൽ അവന്റെ വചനവും അനുഗ്രഹവും നമ്മുടെ വഴികാട്ടിയാകും. ഹൃദയത്തെ തുറന്നുകൊണ്ട് വിശ്വാസത്തോടെ അവനിലേക്ക്. നമ്മളും പലപ്പോഴും അതേപോലെയാണ്. ഭൗതിക നേട്ടങ്ങൾക്കു പിന്നിൽ പടർന്നു പോകുകയും കഷ്ടപ്പാടുകൾ വന്നപ്പോൾ പല വഴികളിലേക്ക് വഴിതിരിയുകയും ചെയ്യുന്നു. എന്നാൽ യേശുക്രിസ്തു തന്നെയാണ് വഴി, സത്യം,
ജീവൻ. അവനിലൂടെയാണ് പിതാവിന്റെ അടുക്കലിലേക്ക് വരുന്നത്. നമ്മുടെ ഹൃദയത്തിലെ പാപബോധവും അഹങ്കാരവും നമ്മെ അന്ധനാക്കുമ്പോൾ യേശുവിനെ കണ്ടെത്താൻ കഴിയുകയില്ല. ജോലിസ്ഥലത്തിലെ സമ്മർദ്ദങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, വ്യക്തിപരമായ വെല്ലുവിളികൾ എല്ലാം യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ തയ്യാറാകുമ്പോൾ മാത്രമേ സത്യമായ സമാധാനവും സന്തോഷവും നമ്മെ അനുഭവിപ്പിക്കൂ. ഈ പ്രക്രിയയിൽ അവന്റെ വചനവും അനുഗ്രഹവും നമ്മുടെ വഴികാട്ടിയാകും. ഹൃദയത്തെ തുറന്ന് പ്രിയ സഹോദരങ്ങളെ, ഹെറോദേസിന്റെ തെറ്റിദ്ധാരണകളിലൂടെ നമുക്ക് പഠിക്കേണ്ടത് യേശുവിനെ മനസ്സിലാക്കാൻ ഒരു ശിഷ്യന് വേണ്ടത് പൂർണ്ണമായ സമർപ്പണവും ഉറച്ച വിശ്വാസവും മാത്രമാണെന്നാണ്. ഹഗ്ഗായി പ്രവാചകന്റെ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭവനം ദൈവത്തിന്റെ മഹത്വത്തിനായി പണിയുമ്പോൾ അവിടെ യേശുവിന് ഇടം നൽകേണ്ടതാണെന്ന്. അവൻ വഴിയും സത്യവും ജീവനും തന്നെയാണ്. ആ സത്യം ഹൃദയത്തിൽ ആഴത്തിൽ പതിയണം. സംശയങ്ങളുടെ മറവിലല്ല, അവന്റെ സ്നേഹവും ശക്തിയും തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ആത്മാവ് പൂർണ്ണമായി ഉയരുന്നത്. കുടുംബജീവിതത്തിലും ജോലിസ്ഥലത്തും നാം നടത്തുന്ന എല്ലാ ഇടപെടലുകളിലും യേശുവിന്റെ പ്രതിഫലനം പ്രകടിപ്പിക്കണം. ഹെറോദേസിന് യേശുവിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കാതിരുന്ന ഇന്നത്തെ ഹഗ്ഗായി പ്രവാചകന്റെ സന്ദേശവും സുവിശേഷത്തിലെ അനുഭവങ്ങളും നമ്മെ ശക്തമായി ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിന്റെ മുന്നണിയിൽ നമുക്ക് ദൈവത്തെ പ്രാധാന്യമിടേണ്ടതാണ്. ഭൗതിക നേട്ടങ്ങൾക്കുവേണ്ടി ഓടുമ്പോൾ ആത്മീയതയെ നാം മറക്കാതിരിക്കണം. നമ്മുടെ ദൈവവുമായുള്ള ബന്ധം, ഹൃദയത്തിന്റെ ദേവാലയം ശരിയായ അടിത്തറയിലല്ലെങ്കിൽ തകർന്നുപോകും. യേശുക്രിസ്തുവിനെ വഴിയും സത്യവും ജീവനും അംഗീകരിക്കുമ്പോഴാണ് ജീവിതം സത്യത്തിൽ സമ്പൂർണമാകുന്നത്. ദൈവത്തിന് നാം സ്ഥാനം നൽകാതിരിക്കുമ്പോൾ എത്ര പരിശ്രമിച്ചാലും തൃപ്തിയും സമാധാനവും എത്തില്ല. സാമ്പത്തികവും വ്യക്തിപരവും കുടുംബപരവുമായ ബുദ്ധിമുട്ടുകളുടെ മുഖം നമ്മൾ അനുഭവിക്കുന്നുവെങ്കിൽ അതിന് പ്രധാന കാരണം നമ്മുടെ ജീവിതത്തിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ വചനത്തെ കേട്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾ നാം നടപ്പിലാക്കാൻ കഴിയുമെന്ന് ആലോചിക്കേണ്ട സമയമെത്തി. നമ്മുടെ പ്രാർത്ഥനയുടെ ഗൗരവം വർദ്ധിപ്പിക്കാമോ? തിരക്കുള്ള ദിനചര്യയിൽ ദൈവവചനത്തിനായി കുറച്ചു നിമിഷങ്ങൾ കണ്ടെത്താമോ? കുടുംബജീവിതത്തിൽ ദൈവത്തെ കേന്ദ്രബിന്ദുവാക്കി നാം മാറ്റങ്ങൾ വരുത്തിക്കൂടോ? ജോലിസ്ഥലത്ത് സത്യസന്ധതയും സ്നേഹവും പാലിച്ചു പ്രവർത്തിക്കാമോ? ഇവയെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ ചോദ്യം ചെയ്യേണ്ടതാണ്. ഈ ആഴ്ച നമ്മിൽ ചിന്തിക്കേണ്ടത്, എന്റെ ജീവിതത്തിന്റെ ഭവനം ഞാൻ ആർക്കുവേണ്ടിയാണ് പണിയുന്നത്? ഞാൻ യേശുവിനെ എന്റെ വഴിയും സത്യവും ജീവനും അംഗീകരിച്ചിരിക്കുകയാണോ എന്നതാണ്. ഈ ചോദ്യങ്ങൾ നമ്മെ ആത്മപരിശോധനയിലേക്ക് നയിച്ച് ജീവിതത്തിലെ ഓരോ മേഖലകളിലും ദൈവത്തിന്റെ പൂർണ്ണത കണ്ണുകളടച്ചു പ്രാർത്ഥിക്കുമ്പോൾ, കരുണയും സ്നേഹവും നിറഞ്ഞ പിതാവേ, ഈ അനുഗ്രഹീത ദിവസത്തിൽ നിങ്ങളുടെ വചനത്തെ കേൾക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകിയതിന് നന്ദി. ഹഗ്ഗായി പ്രവാചകന്റെ വചനങ്ങളെ അനുസരിച്ച് നമ്മുടെ മുൻഗണനകളെ തിരിച്ചറിയാനും ഭൗതിക നേട്ടങ്ങൾക്കായി ഓടുമ്പോൾ ആത്മീയ ഭവനം തകർന്നു പോകാതിരിക്കാൻ സഹായിക്കണമെന്ന അപേക്ഷ ഞങ്ങൾ ഉയർത്തുന്നു. സുവിശേഷത്തിൽ ഹേറോദേസിന് യേശുവിന്റെ സത്യാവസ്ഥ മനസ്സിലാകാത്തതുപോലെ ഞങ്ങളും പലപ്പോഴും നിങ്ങളെ ശരിയായ രീതിയിൽ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. എന്നാൽ നിങ്ങളുടെ വഴിയും സത്യവും ജീവനുമായി അംഗീകരിച്ച് നിങ്ങളുടെ ഇഷ്ടം നിറവേറ്റി ജീവിക്കാനുള്ള ദൃഢതയും കൃപയും ഞങ്ങൾക്ക് ദൈവമേ നൽകണമെന്നു നമുക്ക് അഭ്യർത്ഥിക്കാം. പ്രിയ കരുണാശാലിയുള്ള കർത്താവേ, രോഗബാധിതരെയും അനുശോചനത്തിലായവരെയും സുഖിപ്പിക്കുകയും സാമ്പത്തിക പ്രശ്നങ്ങളിൽപ്പെട്ടവർക്കു ആശ്വാസവും പിന്തുണയും നൽകുകയും ചെയ്യണമേ. കുടുംബജീവിതത്തിൽ സമാധാനത്തിന്റെ അഭാവം അനുഭവിക്കുന്നവർക്ക് ശാന്തിയും ഐക്യവും നൽകണം.
ജോലിസ്ഥലത്തെ സമ്മർദ്ദങ്ങളിൽ പെടുന്നവർക്കു ധൈര്യവും ശക്തിയും നൽകണം. നിങ്ങളുടെ സ്നേഹവും അനുഗ്രഹവും നമ്മുടെ ജീവിതങ്ങളിൽ ആഴത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. നമ്മുടെ ദിനചര്യയും പ്രവൃത്തികളും നിങ്ങളുടെ മഹത്വത്തിനും സന്നിധാനത്തിനും സമർപ്പിക്കാനായി ഞങ്ങൾക്ക് ബലവും ആത്മവിശ്വാസവും നൽകണമേ. പ്രിയ യേശുവേ, നിങ്ങളുടെ സത്യവും വഴിയും ജീവനും നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രമായി നിലനിൽക്കട്ടെ. നിങ്ങളുടെ വിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ഈ പ്രാർത്ഥന ഉയർത്തുന്നു. ആമേൻ.